സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. കോഴിക്കോടിനെക്കുറിച്ച് കവിയും ഗാനരചയിതാവുമായ PK ഗോപി. ചമൽക്കാരപ്രധാനമായി ഉച്ചരിക്കുന്ന വളച്ചുകെട്ടു ഭാഷയാണ് സാഹിത്യമെന്ന് ചിലരെങ്കിലും ധരിച്ചു വച്ചിട്ടുണ്ട്. സ്നേഹമസൃണമായ ഒരൈക്യബോധത്തിൽ പിറവിയെടുക്കുന്ന മാനവജ്ഞാനത്തിൻ്റെ വാങ്മയാവിഷ്കാരമായി സാഹിത്യത്തെ ഉൾക്കൊള്ളാനാണ് എനിക്കിഷ്ടം. ഏതു വൃക്ഷത്തിനും ബോധിയാകാം, തലയ്ക്കു വെളിവുള്ളവർ ചുവട്ടിലിരിക്കണം എന്നു മാത്രം. ഇതാണ് പൊതുവിൽ എന്നിൽ വേരൂടിയ സാഹിത്യബോധം. ഞാനിപ്പോൾ ജീവിക്കുന്ന കോഴിക്കോടൻ മണ്ണ് മാനവസ്നേഹത്താലും സാംസ്കാരിക മൂല്യത്താലും കാവ്യ സൗരഭ്യത്താലും ഔന്നത്യം പുലർത്തിയിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിയുടെ സുഗന്ധ പോഷക വിഭവങ്ങൾ പോലെ ഭാഷയിലുമുണ്ട് വസന്തസുന്ദരമായ കാവ്യഘടകങ്ങൾ. അവ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പടരുന്നു. അതാണ് കോഴിക്കോടിൻ്റെ സാംസ്കാരികമായ മൂലധനം. ഔപചാരികമായ അക്കാദമിക് വേദികളിൽ മാത്രമല്ല, സാധാരണക്കാരുടെ നിത്യജീവിതത്തിലുടനീളം താളവും ഈണവും കഥയും കവിതയും നാടകവും നടനവുമെല്ലാം പടർന്നു കയറിയ കോഴിക്കോട് എനിക്ക് കലകളുടെ സർവസംഗമ ഭൂമിയാകുന്നു. സംഗീതമൊഴുകിയ തട്ടിൻപുറങ്ങളും സാഹിത്യ ചർച്ച മുഴങ്ങിക്കേൾക്കുന്ന കോലായകളും എനിക്ക് സുപരിചിതമാണ്. വാക്കിൻ്റെ വരരുചി പെരുമയത്രയും അതിൻ്റെ ചിരന്തനമായ മാനുഷിക മൂല്യത്തോടെ ചരിത്രത്തിൽ ഇടം പിടിച്ചതിൻ്റെ സത്ഫലമാണ് സാഹിത്യ നഗരം എന്ന പൈതൃക പദവി. അതിൻ്റെ അഭിമാനാദരങ്ങളിൽ അനേകരോടൊപ്പം ഞാനും എളിമയാർന്ന ജീവിതം കൊണ്ടും എഴുത്തുകൊണ്ടും പങ്കുചേരുന്നു. സാഹിത്യ നഗരത്തിൻ്റെ അനാർഭാടമായ തെരുവോരങ്ങളിൽ എത്രയെങ്കിലും കലാപരിപാടികൾ വാർത്തകളിൽ ഇടം പിടിക്കാതെ നിത്യവും അലയടിക്കുന്നത് ഞാൻ അറിയുന്നു, ആസ്വദിക്കുന്നു. അതാണ് ഒരു ജനതയുടെ യഥാർത്ഥ സർഗാത്മകതയുടെ സ്വതന്ത്രമായ അക്ഷയഖനി. എടുത്താലും കൊടുത്താലും തീരാത്ത സൗഹൃദങ്ങളുടെ ഹൃദയധ്വനി തലമുറകൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സാഹിത്യ നഗരം എന്ന പദവി അവർക്ക് അലങ്കാരപദമേ അല്ല, അനുഭവ സാക്ഷ്യമാണെന്ന് ഞാൻ കരുതുന്നു. അതിനായി എൻ്റെ അക്ഷരങ്ങൾ കൂടി സമർപ്പിക്കുന്നു. ആശംസകൾ നേരുന്നു. മലമുടികളിൽ നിത്യമൗനം ഘനീഭവിച്ചഴലിൻ കരിമ്പടം മൂടി, നഭസിന്റെ നിറുക തൊട്ടാത്മഹർഷങ്ങളിൽ അലിയും ഹിമസ്വരം പാടി, പ്രണവനാദങ്ങൾക്കു പഞ്ചേന്ദ്രിയങ്ങളിൽ ഒഴുകാൻ ജലശ്രുതി മീട്ടി, ഋതുഭേദ നവഭാവ നടനാങ്കണങ്ങളിൽ ജനിമൃതിത്താളം ചവിട്ടി, തിറയാടും അജ്ഞാതമൂർത്തി പ്രഭാവത്തിൽ അസുരവാദ്യങ്ങൾ മുഴക്കി, മകുടജടയുലയും മഹാശൈല സംഗീത ഗഗനക്കൊടും കാടിളക്കി, മകുടജടയുലയും മഹാശൈല സംഗീത ഗഗനക്കൊടും കാടിളക്കി, ഇതിഹാസ വ്യസനങ്ങൾ ഉരുകിത്തളങ്കെട്ടും ഉറവ പ്രദേശങ്ങൾ പൊട്ടി, ഇടവിടാതുതിരുന്ന മിഴിനീർ പ്രവാഹത്തെ മഴയെന്നു ചൊല്ലുന്നതാര്? സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി ബുധനാഴ്ച രാവിലെ 7:10.